ആർട്ടിസ്റ്റിനും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര ഉണ്ടാവും. ഇങ്ങനത്തെ ബേസിക് ഐഡിയ എല്ലാം പോയി എന്നുള്ളതാണ് സത്യം. ലൈഫിൽ ഇങ്ങനെ തന്നെയാണോ എന്നൊരു സംശയം. സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ എൻ്റെ ധർമ്മത്തിന് കൂടെ നിൽക്കുന്ന എൻ്റെ സഹധർമ്മിണി. ഞാനിപ്പോ കേട്ടിരിക്കുക, ഇനിയിപ്പോ ഞാൻ എന്തോന്ന് പറയും. അല്ല, ഇന്നും ആ ആൽബം കണ്ടിട്ട് പുറകെ നടക്കുന്ന ആൾക്കാർ പാടില്ല എന്നല്ല, പാടില്ല. ഈ ഫേസിന് ഇനി പലപ്പോഴായിട്ടും ഈ ഗ്രീസ് പെയിന്റ് ഉണ്ടാവും. ഇറങ്ങേ. 2025 ഏറ്റവും അധികം നമ്മെ സ്വാധീനിച്ച ആർട്ടിസ്റ്റ്, മോസ്റ്റ് പോപ്പുലർ ഡ്യുവോ, സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ ജനപ്രീതി നേടിയവർ, അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ, ഒപ്പം ദിവ്യ ശ്രീധർ. അവർക്കൊപ്പം കുറച്ച് നിമിഷങ്ങൾ. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ അറിയുന്ന ക്രിസ് ഒരു ടെലി സിനി ആക്ടറാണ്, വോയിസ് ആർട്ടിസ്റ്റാണ്, RJ ആണ്, VJ ആണ്, ലോയറാണ്. ഇതിനപ്പുറം മറ്റു പലതുമാണ്. എല്ലാ പ്രേക്ഷകർക്കും അറിയാത്ത ഒരുപാട് മേഖലകളിൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. ശരിക്കും ബഹുമുഖ പ്രതിഭ. താങ്ക് യു. ദിവ്യ ഏറെ വർഷങ്ങളായി അഭിനേത്രിയാണ്. 19-ാം വയസ്സിൽ അഭിനയം തുടങ്ങി. ഇടയ്ക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തു. പക്ഷേ ഇപ്പോൾ അതും കൂടി കടം തീർത്ത് വളരെ ഊർജ്ജസ്വലയായി അഭിനയിക്കുകയാണ്. ഒപ്പം ഡാൻസറാണ്, സിംഗറാണ്. സ്വാഗതം. താങ്ക് യു. ഒറ്റ വാക്കിൽ ക്രിസിനോട് ചോദിച്ചാൽ എന്താണ് ക്രിസ്? ഒരു മനുഷ്യൻ, വെറും പച്ചയായ മനുഷ്യൻ, അത്രയുള്ളൂ. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻട്രൊഡക്ഷനിൽ ഒരു കാര്യം ചേർത്ത് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ തുടക്കം ഗംഭീരമായിരുന്നു. ഞാനും ആ സമയത്ത് ആൽബങ്ങൾ ചെയ്തിരുന്നു, TV ഷോസ് ചെയ്തിരുന്നു, ലൈവ് ചെയ്തിരുന്നു, സീരിയൽ ചെയ്തിരുന്നു, ഫുള്ളി ആക്റ്റീവായിരുന്നു. കുഞ്ഞുമോളാണെങ്കിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള കൽബാണ് ഫാത്തിമ പോലുള്ള ആൽബത്തിൽ അഭിനയിച്ചു, സിനിമയിൽ അഭിനയിച്ചു, പച്ചക്കുതിര, ബസ് കണ്ടക്ടർ, അതുപോലെ സിനിമകളിലൊക്കെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേർക്കും വലിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ചു വന്ന് രണ്ടുപേരും കല്യാണത്തിന് ശേഷം വൈറലായത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നറിയില്ല, പക്ഷെ അങ്ങനെ പിന്നെയും ലൈം ലൈറ്റിലേക്ക് വന്നു. ഞങ്ങൾ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അന്നും ആർട്ടിസ്റ്റായിരുന്നു, ബ്രേക്ക് എടുത്തപ്പോഴും ആർട്ടിസ്റ്റായിരുന്നു, ഇപ്പോഴും ആർട്ടിസ്റ്റാണ്, മരിക്കുന്നവരെ ഞങ്ങൾ ആർട്ടിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളിൽ ചേഞ്ച് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒറ്റ വാക്കിൽ പച്ചയായ മനുഷ്യനും, കുഞ്ഞുമോൾ എനിക്ക് ഒറ്റ വാക്കിൽ എൻ്റെ ഭാര്യയും. സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ എൻ്റെ ധർമ്മത്തിന് കൂടെ നിൽക്കുന്ന എൻ്റെ സഹധർമ്മിണിയാണ്. ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു കടന്നുവരവ്? തീരെ ചെറിയ പ്രായത്തിലെ കലാപരമായിട്ട് ഞാൻ ഏറ്റവും എൻ്റെ ഫാദസ്റ്റ് ഐ ക്യാൻ റിമെമ്പർ ഒരു ചിൽഡ്രൻസ് ഡേക്ക് ജവഹർലാൽ നെഹ്റുവായിട്ട് റാലിയിൽ പോയതാണ്. ചെറിയ പ്രായം, ഷുഡ് ബി 5 years. എനിക്ക് അത്ര ഷുവറല്ല. ഓർമ്മയുണ്ട് സ്റ്റേജിൽ നിൽക്കുന്ന വെള്ളയും ഇട്ടിട്ട് തലയിൽ തൊപ്പി വെച്ചതും കൊടിയുടെ ബാക്കിൽ നിന്നതും. ആ ഫോട്ടോ കാണുമ്പോൾ പിന്നെയും ആ ഓർമ്മകളൊക്കെ ആക്റ്റീവാണ്. പിന്നെ സ്കൂളിൽ സെയിൻറ്റ് തെരേസസിൽ പഠിക്കുമ്പോൾ നാടകം അഭിനയിച്ചിട്ടുണ്ട്. സ്ലീപ്പിംഗ് ബ്യൂട്ടിയിലെ രാജാവായിരുന്നു. അപ്പോൾ ആ നാടകം അഭിനയിച്ചതും കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സീമ എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു റാണിയായിട്ട്, രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു അതിൽ വിച്ചായിട്ട് അഭിനയിച്ചത്. ബാക്കി കുറേ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഓർമ്മകൾ അത് കിൻഡർഗാർട്ടനാണ്. അതിനുശേഷം 9ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ആദ്യത്തെ പെയിൻറ്റിങ് എക്സിബിഷൻ വെക്കുന്നതിനോട് വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ, ഈശ്വർ ലക്ഷ്മി പോലത്തെ പെയിൻറ്റിങ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒരു എക്സിബിഷൻ വരയ്ക്കും. മ്യൂറൽ പെയിന്റിംഗ് ആണോ? മ്യൂറലെല്ലാം ഇപ്പോഴാണ് വന്നത്. പണ്ട് വാട്ടർ കളറിൽ തുടങ്ങി, പിന്നെ ലൈഫിൻ്റെ ട്രാൻസിഷനിൽ പലപ്പോഴായിട്ട് സാൻഡ് പേപ്പറിൽ, ഓയിൽ പേസ്റ്റിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്, അക്രലിക് ചെയ്തിട്ടുണ്ട്. ഓയിൽ പെയിൻറ്റിങ് അത്രയും സമയം ചെലവഴിക്കാൻ കിട്ടാത്ത കാരണം ഓയിലിലേക്ക് അധികം സമയം ചെലവഴിക്കാൻ പറ്റില്ല. ബട്ട് മ്യൂറലാണ് ഇപ്പം മ്യൂറൽ അക്രലിക്കിൽ ചെയ്യുന്നു, ക്യാൻവാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതാണ് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ്. അതും സമയം കിട്ടുന്നതനുസരിച്ച്, കാരണം മ്യൂറലിന് നമുക്ക് ആ കണക്കനുസരിച്ച് നമ്മൾ സമയം ചെലവഴിക്കാൻ റെഡിയായിരിക്കണം. എന്ത് തരം വരയ്ക്കുന്നത്, എന്ത് കഥാപാത്രങ്ങൾ? അങ്ങനെ ഇല്ല, ആദ്യം എനിക്ക് ലാൻഡ്സ്കേപ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായത്. പിന്നെ ഇടയ്ക്ക് കോവിഡ് സമയത്തൊക്കെ ഞാൻ റിവേഴ്സ് പെയിൻറ്റിങ്, അതായത് ബ്ലാക്കിൽ വൈറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂറൽ ആകുമ്പോൾ എല്ലാം സ്പിരിച്വൽ എലമെൻറ്റിൽ ഒരു ധ്യാന ശ്ലോകത്തു നിന്ന് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ, അത് എനിക്ക് വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതിൻ്റെ
ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കിയത്. ഈ ശില്പകലയുടെ അതിൻ്റെ കണക്കുകൾ മനസ്സിലാക്കി അത് ശ്രീനാഥ് സാറിനോട് തന്നെ നന്ദി വരണം. അദ്ദേഹത്തിനെ പോലെ നല്ലൊരു ഗുരു കിട്ടണമില്ലേ ശ്രീനാഥ് സാർ. അദ്ദേഹം ദേവതാ സങ്കല്പം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് വരയ്ക്കുക. അപ്പൊ അതിന് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, എങ്ങനെ നിറങ്ങൾ ഇത് ചെയ്യണം, എങ്ങനെയാണ് ഓരോ സ്ട്രോക്കും, അത് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അത്ര ഭംഗിയായിട്ട് സിമ്പിളായിട്ട് പഠിപ്പിക്കുന്ന ശ്രീനാഥ് സാർ ശരിക്കും എനിക്ക് ഗുരുക്കന്മാരിൽ ഓരോ ദേവീദേവന്മാരുടെയും ധ്യാന ശ്ലോകം പഠിച്ചിട്ട് അതനുസരിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടേ വരയ്ക്കാവൂ. അങ്ങനെയാണ് അതിന്റെ കണക്ക്. പിന്നെ അതില് ആ യുണീക്നെസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര ഉണ്ടാവും. അപ്പൊ അത് മ്യൂറലിൽ ഈ കണക്കാണ് വ്യക്തിമുദ്ര. സോ ദ മ്യൂറൽ ആർട്ട് ഇസ് ദ സിഗ്നേച്ചർ. അതുകൊണ്ടാണ് പലരും വരച്ചാലും ഒരേ ക്യാൻവസിൽ പല ആൾക്കാർ വരച്ചാലും കണക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഹോമോജിനസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ണൂർ തൊട്ട് ഇങ്ങോട്ട് ഏത് ക്ഷേത്രം നമ്മൾ പോയിട്ട് അവിടെ ഒരു മ്യൂറൽ കണ്ടാലും അതിലെവിടെയെല്ലാം ഒരു സിമിലാരിറ്റി ഉണ്ടാവും. വ്യക്തിമുദ്ര അതിൻ്റെ ആർട്ടാണ് വ്യക്തിമുദ്ര. ഇറ്റ് ഈസ് പ്യുവർ സയൻസ്. ഇപ്പോൾ 1+1 2 എന്ന് പറയുന്ന പോലെയാണ് മ്യൂറൽ. അതിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ പാടാണ്, പാടില്ല എന്നും പറയും. എന്നുവെച്ചാൽ പാടില്ല എന്ന്, പാടില്ല എന്നല്ല, പാടില്ല. കേരളത്തിന്റെ തനത് കലയാണല്ലോ ചുവർ ചിത്രകല എന്ന് പറയുമ്പോൾ. നമുക്ക് ഒരു ക്ഷേത്ര പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് ദൂരദർശനുമായിട്ടുള്ള ഓർമ്മകൾ രണ്ടാളുടെ. ആദ്യം ഒരു ക്വിസ് പ്രോഗ്രാമിനാണ് ഞാൻ വന്നത് ദൂരദർശനിൽ, പഴയ സ്റ്റുഡിയോ കൊടപ്പനക്കുന്ന സ്റ്റുഡിയോയിൽ ഞാൻ വരുന്നത്. ഞാൻ 9th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ്. അത് സ്കൂളിൽ നിന്നൊരു ക്വിസ് പ്രോഗ്രാമിന് വന്നതാണ്. അന്ന് ഡോക്ടർ സിയാസ് ഹുമൻ, RBG മെൻ, അതുപോലത്തെ വലിയ ക്വിസ് മാസ്റ്റേഴ്സും, അത് ഒരു രസമായിരുന്നു, ഒരു ഹരമായിരുന്നു അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് കാണാൻ. സിദ്ധാർത്ഥ് ബസുവിൻ്റെ ക്വിസ് ടൈമൊക്കെ നടക്കുന്ന കാലമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഞാൻ ആദ്യമായിട്ട് ദൂരദർശൻ കേന്ദ്രത്തിൽ ഒരു ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. അന്ന് റാവ് സാറായിരുന്നു മേക്കപ്പിലുണ്ടായിരുന്നു. റാവ് സാറ് ശരിക്കും അന്നത്തെ സയൻസ് ഫിക്ഷനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന മൈക്ക പീസൊക്കെ വെച്ചിട്ട് അത്ര ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹം അന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഫേസിന് ഇനി പലപ്പോഴായിട്ടും ഈ ഗ്രീസ് പെയിന്റ് ഉണ്ടാവും, അതായത് മേക്കപ്പ് ഇനിയും ചെയ്യേണ്ടി വരും, നല്ല മുഖമാണെന്ന് അന്ന് പറഞ്ഞു. അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. റാവ് സാറിൻ്റെ ബ്ലെസ്സിങ് ഐ റിയലി റെസ്പെക്ട്. അതുകൊണ്ടാണ് എനിക്ക് റാവ് സാറിൻ്റെ പേരോ അല്ലെങ്കിൽ ആ ഇരുന്ന ഇരിപ്പോ ആ ചെയറോ കണ്ണാടിയോ ഒന്നും മറക്കാൻ പറ്റാത്തത്. ഇന്നും എനിക്കത് അതെ. പിന്നെ അതിനുശേഷം ദൂരദർശനായിട്ട് ഇതെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ദൂരദർശൻ കേന്ദ്രം, അവിടുത്തെ സ്റ്റേഷൻ ഇനോഗ്രേഷൻ സമയത്ത് ഞങ്ങളൊരു പ്രോഗ്രാം അവതരിപ്പിച്ചാൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഡാൻസ് പഠിക്കുകയാണ് താരാക്കല്ല്, അമ്മായിയാണ്. സോ എൻ്റെ ടീച്ചറുടെ അടുത്ത് പഠിച്ച് ഞങ്ങൾ അവിടെ ഒരു ഡാൻസിൽ ഞാനും ഭാഗമായിരുന്നു. അങ്ങനെ കൊട്ടാരക്കര സ്റ്റേഷനിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതിനുശേഷം ഒരു മോർണിംഗ് ഷോയിൽ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു ഈദ് പ്രോഗ്രാമിന് ഞാനും രാജയും ഉണ്ടായിരുന്നു. ഞാനും രാജയും താരയും എല്ലാവരും കൂടെ ഞങ്ങളൊരു പ്രോഗ്രാമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദൂരദർശനായിട്ട് എനിക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ ഉള്ളൊരു ബന്ധം. പിന്നെ ആസ് എ വ്യൂവർ ഞാൻ ഈ ജയൻറ്റ് റോബോട്ട് ആൻഡ് ജോണി സോക്കോ ആൻഡ് ദ ജയൻറ്റ് റോബോട്ട് ആ സീരീസും ലേ മിറാബിലെ ആദ്യമായിട്ട് ഞാൻ വിഷ്വൽ കാണുന്നതും DD's കോമഡി ഷോയും അതിൻ്റെ കൂടെ എല്ലാ രീതിയിലും ആ സ്റ്റേഷൻ്റെ പഴയ ഓർമ്മകൾ തന്നെയാണ്. ഇപ്പോൾ ഹേമലത ചേച്ചിയും കണ്ണൻ ചേട്ടനും ആൽബർട്ട് അലക്സേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ പല സമയത്തായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നത്. സോ പീപ്പിൾ ആയാലും ആൾക്കാരോ അല്ലെങ്കിൽ ആ സ്റ്റേഷനോ ആ ദൂരദർശൻ കേന്ദ്രം ആദ്യമായിട്ട് ഏഷ്യാഡ് കണ്ട ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോഴാണ് ആദ്യമായിട്ടുള്ള ടെലികാസ്റ്റ്. അപ്പോൾ അത് അടുത്ത വീട്ടിലൊരു TV എല്ലാവരും കൂടെ ഇരുന്ന് കാണുകയും ഏഷ്യാഡ് അപ്പുവിൻ്റെ അപ്പോഴത്തെ സ്റ്റോറീസൊക്കെ. അങ്ങനെ ദൂരദർശൻ ഹാസ് ബീൻ എ പാർട്ട് ഓഫ് മൈ ലൈഫ്. അത് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. പലതും കണ്ടതും പഠിച്ചതും, സിനിമയെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിച്ചത് റീജിയണൽ മൂവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ റീജിയണൽ മൂവീസ് എല്ലാ സൺഡേയും ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അതിന് മുന്നേ ഈ ബദിരർക്കായിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൈൻ ലാംഗ്വേജ് ഉണ്ടെന്നും അത് കണ്ട് ആസ്വദിച്ചതും മനസ്സിലാക്കിയതും അങ്ങനെ ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചതുമെല്ലാം അവിടെയാണ്. അതിനുശേഷമാണ് ഞാൻ കോഷ്യസ് സിനിമയൊക്കെ കാണുന്നത്. സോ ആ കാര്യമാവാം, അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് മൂവീസിൽ ഞാൻ മൊയ്ന ദാദ, ഗോപികായൻ ബാഗാബായൻ, സത്യജിത് റേ ഫിലിംസൊക്കെ ഞാൻ ദൂരദർശനിൽ കണ്ടു വളർന്ന ആളാണ്. സോ ഇറ്റ്സ് ബീൻ എ വെരി സ്ട്രോങ് ബോണ്ട് ഓവർ ദി ഇയേഴ്സ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം കണ്ടു തുടങ്ങിയത് ദൂരദർശനാണ്. ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുടെയും കുട്ടിക്കാലം ഒരു ദൂരദർശനൊപ്പം തന്നെയായിരിക്കുമല്ലോ. ഇക്കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലരും നമ്മുടെ ഒരു ഈ പോസ്റ്റ് 85 ജനിച്ച ആൾക്കാർക്ക് ആർക്കും ആ ഒരു
ഭംഗി Private അറിയില്ല channels എന്ന് പറയാം. വന്നതിന് ആ ഭംഗി ശേഷം. അറിയില്ല എന്ന് പറയാം. കാരണം അതിനൊരു ഒരു സഭ്യത ഉണ്ടായിരുന്നു, ഒരു ഒരു മാധ്യമ ക്വാളിറ്റി സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു അത് തീർച്ചയായിട്ടും. രൂപപ്പെടുത്തിയത് തീർച്ചയായിട്ടും ദൂരദർശൻ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മാവൻ്റെ സീരിയൽ കാണുന്നത് ദൂരദർശനിലാണ്. ആദ്യമായിട്ട് സീരീസ് അവര് വിദ്യാരംഭം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ആ ചെയ്തിട്ട്. സമയത്ത് ഈ ഒരു പൂജ ദുർഗാപൂജ സമയത്ത് അങ്ങനെയുള്ള പ്രോഗ്രാംസ്. അപ്പൊ അങ്ങനെ കുറെ പഴയ ഓർമ്മകൾ പറയുമ്പം ദൂരദർശൻ ഹാസ് ടു കം ടു മൈ മൈൻഡ്. പുതിയ ആൾക്കാർക്ക് പ്രോബബ്ലി അങ്ങനെ ഒരു ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരറിയാത്ത, കാരണം അവരുടെ കോൺസെപ്റ്റ് തന്നെ മാറിപ്പോയി. പക്ഷെ ദർ ഇസ് ഒരു വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ടൈം. ബിക്കോസ് പണ്ടുണ്ടായിരുന്ന ഡൽഹി ട്രാൻസ്മിഷൻ ആയാലും അതിനകത്തുണ്ടായിരുന്ന കോമഡീസ് അല്ലെങ്കിൽ സീരീസ്, പ്രേംചന്ദിൻ്റെ കഥകളൊക്കെ ഞാൻ അങ്ങനെ സീരീസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സീരീസ് ആയിട്ട് കാണുന്നതും അക്കാലത്തെ ടെലികാസ്റ്റിലുണ്ടായിരുന്ന ഭംഗി, പ്രോബ്ലി ബി ആർ ചോപ്രയും ഈ രാമാനന്ദ് സാഗറിന്റെ ഇതെല്ലാം ദൂരദർശൻ തന്നെയാണ്. രാമായണം, മഹാഭാരതം ഒക്കെ നമ്മൾ കാണുന്നത്. കോമഡി മറ്റേ മുംഗേരി ലാൽ കി ഹസീൻസ് പറഞ്ഞിട്ട്, കക്കാജി കഹിൻ, കരംചന്ദ്, പങ്കജ് കപൂറിന്റെ, ഹേമമാലിനിയുടെ ഒരു പിന്നെ പുരാണ കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയിട്ട് ഒരു സിംഹാസൻ ബക്തീസി, വിക്രം വേതാൾ. സീരീസിന്റെ പേര് പറയുകയാണെങ്കിൽ അത് അൺലിമിറ്റഡ്, ബിക്കോസ് എൻ്റെ കുട്ടിക്കാലം തൊട്ട് കാണുന്ന. ഒരിക്കലും നമുക്കത് ഒരു ചുരുങ്ങിയ ഇപ്പോൾ പോട്ട്ലി ബാബാക്കി അല്ലെങ്കിൽ ഫ്രാഗിൾ റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ആയാലും യു നെയിം ഇറ്റ്, അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ ജോണി സോക്കോ ജയന്റ് റോബോട്ടിന്റെ ആ സീരീസ് തൊട്ട് ഐ വുഡ് സേ ഡീസ് കോമഡി ഷോയില് ഈ ട്രാൻസ്റ്റലിന്റെ കുറേ സീരീസ് നമ്മൾ കണ്ടിട്ടുള്ളത് ദൂരദർശനാണ് കണ്ടിട്ടുള്ളത്. സോ ഐ വുഡ് സേ ഇറ്റ്സ് എ വെരി ലോങ് റിലേഷൻഷിപ്പ്. ദിവ്യയുടെ ദൂരദർശന അനുഭവങ്ങൾ ഞാനിപ്പോ കേട്ടിരിക്കുക, ഇനിയിപ്പോ ഞാൻ എന്തോന്ന് പറയും. അല്ല, ഇതില് ഇവരുടെ ചിത്രഗീതം കാണാൻ പോകുന്നൊരു കാലഘട്ടം പണ്ട് കേട്ടല്ലേ, ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരം, ബാൻഡ് 3 ചാനൽ 9 അല്ലേ. എനിക്കങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ഇപ്പം ഒരു ഭാഗ്യം വന്നിട്ടുണ്ട്. നമ്മുടെ എന്താണ് ദൂരദർശനിൽ പുതുതായി തുടങ്ങിയ പരമ്പര അക്കിടിപ്പുറം പഞ്ചായത്ത് അതിലൊരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. അത് പിന്നെ വളരെ രസകരമായിട്ട് അത് ചെയ്യുന്നുണ്ട് ദിവ്യ. എന്ന് മാത്രമല്ല, ദിവ്യ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഏത് ജോണറിലുള്ള കഥാപാത്രം കൊടുത്താലും അഭിനയിക്കുമെന്നതിൽ കൂടി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് ക്രിസ്റ്റിനോടൊരു ചോദ്യം, ഇങ്ങനെ ഒരു കഥാപാത്രം ദിവ്യ അവതരിപ്പിച്ച് കണ്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത്? ഒത്തിരി സന്തോഷം. ആസ് എൻ ആർട്ടിസ്റ്റ് ഐ വുഡ് സേ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന, അതിലും ഉപരി ഏത് ക്യാരക്ടറും നന്നായിട്ട് വഴങ്ങുന്ന. ഇപ്പോൾ ഒരു സിനിമ ആരണ്യം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു യങ് മൈൻഡ് ആസ് വെൽ ആസ് ഒരു ടേമോയിലുള്ളൊരു വൈഫ്, എല്ലാ ക്യാരക്ടറും സേഫാണ്. ഇപ്പം അതിന് മുന്നേ ഇപ്പോൾ ചന്ദ്രമതി ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരു ലേഡി ആയിട്ടോ ഉടനെ തന്നെ ചന്ദ്രമതിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരയുകയും ചെയ്യും, തല തല്ലി പൊട്ടിക്കുകയും അടി ഉണ്ടാക്കുകയും എല്ലാം ചെയ്യുന്ന. ആസ് എൻ ആർട്ടിസ്റ്റ് ഐ റെസ്പെക്ട് ഹർ ലോട്ട്. എന്നെക്കാളുമൊക്കെ എത്രയോ കാലം മുന്നേ ചെയ്തു തുടങ്ങിയ ഒരു ആർട്ടിസ്റ്റായിട്ട് തന്നെ വിത്ത് ഡ്യൂ റെസ്പെക്ട്. അത് വലിയൊരു ലെവലിൽ തന്നെ പറയണം. കാരണം ഞാൻ സിനിമകൾ ചെയ്തു തുടങ്ങുന്നതിന് മുന്നേ സിനിമകൾ ചെയ്തു തുടങ്ങിയ ആളാണ്. ഞാൻ ആൽബം ചെയ്യുന്ന സമയത്ത് ആൽബം ചെയ്ത് ഹിറ്റായ ആളാണ്. ഇന്നും ആ ആൽബം കണ്ട് പുറകെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നും ആ ആൽബം കണ്ടിട്ട് പുറകെ നടക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, എനിക്ക് അല്ല ഇത് പറയാനുള്ളത്, മുന്നേ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം ഒരു 3 വർഷത്തിന് മുകളിലായി കാണും. അപ്പോൾ അന്ന് ആ ആഡ് ചെയ്ത് പോയതിന് ശേഷം പിന്നെ ഒരു പ്രാവശ്യം ഒരു വർക്കിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് വർക്ക് എന്തോ നടന്നില്ലാന്ന് തോന്നി. ഇനി എൻ്റെ ഡേറ്റിൻ്റെ ആണ് എന്താണെന്ന് അറിയില്ല. ആ വർക്ക് പിന്നെ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ സിറ്റ്കോം എന്നൊക്കെ പറയുന്നത് കിട്ടിയ അവസരമല്ലേ. അതിപ്പോൾ നമുക്ക് എന്താണ് കുറേ അറിവുകൾ നേടാൻ പറ്റും. നമ്മൾ ഈ സീരിയലിലാണെങ്കിൽ പറഞ്ഞു തന്ന് കേട്ടങ്ങ് പറയാ. ഇതങ്ങനെയല്ലല്ലോ. ഒരു സിറ്റുവേഷൻ തരും, നമ്മൾ കയ്യിൽ നിന്നിട്ട് കുറേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിലുള്ള കഴിവ് പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. എനിക്കറിയില്ല. തീർച്ചയായിട്ടും മനുഷ്യന് ഏറ്റവും പാട് ചിരിപ്പിക്കാനാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം എത്ര നമ്മൾ ചിരിപ്പിക്കാൻ നോക്കിയാലും ഇവൻ ആരെന്നെ ചിരിപ്പിക്കാൻ എന്ന് ചിന്തിക്കുന്ന നമ്മുടെ പൊതുവേ ഒരു മലയാളി ആറ്റിറ്റ്യൂഡുണ്ട്. അതിൽ ഞാൻ ദൈവതുല്യമായിട്ട് കാണുന്നത് അമ്പിളിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ബിക്കോസ് 3 തലമുറ 4 തലമുറ ആൾക്കാരെ ചിരിപ്പിച്ചതാണ്. സോ കുഞ്ഞുമോക്ക് ഈവൻ നോർമലായിട്ടുള്ളൊരു സമയത്ത് ഒരു സിറ്റുവേഷനിൽ മനസ്സിലെ ആ കുട്ടിത്തം കാണിക്കുകയാണെങ്കിൽ ആരായാലും ചിരിച്ചു പോകും. എത്ര സീരിയസ് ആയിട്ടുള്ള ആളായാലും ചിരിച്ചു പോകും.
നന്നായി ചെയ്യാൻ പറ്റട്ടെ അതും എന്നും നമ്മൾ പ്രാർത്ഥിക്കാണ്. എപ്പിസോഡ്സ് കാണുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡും ഇത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല അതിൻ്റെ ഗ്രേഡിങ് ആയാലും അല്ലെങ്കിൽ എഡിറ്റ്സ് ആയാലും അതിൻ്റെ ഷോർട്സ് ആയാലും നല്ലൊരു ക്വാളിറ്റി വർക്കാണ്. അപ്പോൾ ഞാൻ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, പണ്ട് ചെയ്തിരുന്ന സീരീസ്, ദൂരദർശനിൽ ചെയ്തിരുന്ന സീരീസൊക്കെ അത്ര ഒരു പെയിൻ എടുത്തിട്ട് ഈ സയൻസ് ഫിക്ഷനൊക്കെ അന്ന് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഈ റാവു സാറ് മേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിലൊക്കെ അവരത്രത്തോളം പെയിൻ എടുത്തിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും തട്ടിക്കൂട്ടെന്നുള്ള ആ ഒരു ലെവലിലേക്ക് അതിൽ നിന്ന് തിരിച്ച് നല്ലൊരു ക്വാളിറ്റി വർക്ക് കാണുമ്പോൾ ഐ എം സോ പ്രൗഡ്, ദ ഹോൾ ടീം. ആ സമയത്ത് ഒരു 13 എപ്പിസോഡ് സീരിയൽസ് അങ്ങനെ ഒരു അത് ഒരു കാലം പലപ്പോഴും അങ്ങനെയായിരുന്നു. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പം എല്ലായിടത്തും ചോദിക്കും, ഈ എന്തിനാണ് ഈ 13 എപ്പിസോഡ്? അപ്പോൾ 13 അൺലക്കി നമ്പർ ആയതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പല കഥകൾ ആൾക്കാർ പറയും. ബേസിക്കലി പണ്ട് ഫ്രാൻസിലോ അല്ലെങ്കിൽ കൊളോണിലുള്ള ജർമ്മനിയിലുള്ള അവരൊക്കെ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ അതിന് ഇറ്റ്സ് കോൾഡ് എ സീസൺ. ഒരു വർഷത്തിൽ 4 സീസൺ, 52 ആഴ്ച 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 13. അതാണ് 13 എപ്പിസോഡ്. ഒരു സീസൺ, ഒരു സമ്മറോ ഒരു സ്പ്രിങ്ങോ അല്ലെങ്കിൽ ഒരു വിൻ്ററോ ഒരു ഓട്ടമോ നിറഞ്ഞു നിൽക്കുന്ന ഒരു സീരീസിനെയാണ് സീസൺ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ സീസൺ അർത്ഥമൊന്നുമില്ല. സീസൺ 1 155 എപ്പിസോഡ്, അതെന്താണെന്ന് അറിയില്ല. അത് ഒരു സീസൺ എന്ന് പറഞ്ഞാൽ 2-3 വർഷമൊക്കെ ഒരു സീസൺ പോകും. ഒരു സീസൺ എന്ന് പറഞ്ഞാൽ 3 മാസം, അത് 4 സീസൺ ആയി കഴിയുമ്പോൾ 12 മാസം, ഒരു വർഷം. ഇങ്ങനത്തെ ബേസിക് ഐഡിയ എല്ലാം പോയി എന്നുള്ളതാണ് സത്യം. കോർപ്പറേറ്റ് ട്രെയിനറാണ്, വോയിസ് കോച്ചാണ്, ഡബിങ് ആർട്ടിസ്റ്റാണ്. ഡബിങ് ആർട്ടിസ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് അവരെ അഭ്യസിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവം നമുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം ദുബായിൽ നിന്നാണല്ലോ അല്ലേ റേഡിയോ ഒരു RJ എന്നുള്ള രീതിയിൽ ഒരു 10 വർഷത്തോളം ദുബൈയിൽ RJ ആയിരുന്നു. 14 വർഷം RJ ആയിരുന്നു. ദുബൈയിൽ നിന്നാണോ RJ ആയിട്ടുള്ളത്? അല്ല, തുടക്കം വോയിസിൽ വരുന്നത് ഞാൻ പറഞ്ഞറിയായിരിക്കും, ദൂരദർശന് വേണ്ടിയിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്താൽ, ദേവാനന്ദൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്താൽ കൽപ്പന എന്ന് പറയും, ബക്കു എന്ന് എല്ലാവരും വിളിക്കാം. സോ കൽപ്പനയാണ് എൻ്റെ ദീദിയ. അപ്പോൾ ദീദി എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, നാളെ നിനക്ക് ഡോക്യുമെൻ്ററിയുടെ റെക്കോർഡിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് വോയിസ് ഓവറും ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ അന്ന് ഒന്നും ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അത് വോയിസ് ഓവർ ആയിരുന്നു തുടക്കം, ഡോക്യുമെന്ററി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്യുമെന്ററി വോയിസ് ഓവർ ചെയ്തു തുടങ്ങി, കമേഴ്ഷ്യൽസ് ചെയ്തു തുടങ്ങി. അങ്ങനെ ദൂരദർശന് വേണ്ടി തന്നെയായിരുന്നു? അല്ല, അത് വേറെ പല ഇതിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണ്ട് ദൂരദർശനിൽ ദൂരദർശന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ഓർമ്മയുണ്ടോ? കുറേ 27,000 കമേഴ്ഷ്യൽ ഞാൻ എങ്ങനെ എഴുതാൻ അങ്ങനെ അറിയില്ല. അപ്പോൾ പ്രോബബ്ലി കുറേ ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് സീരീസ് ആയാലും ശരി, അങ്ങനത്തെ കുറേ. ഈ 27,000 കൊമേഴ്ഷ്യൽസ് എന്ന് പറയുമ്പോൾ അതിൽ 6 ഭാഷകൾ വരുന്നുണ്ട് അല്ലേ? മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി. ഈ 6 ഭാഷകളും സംസാരിക്കാൻ അറിയാമോ? ഐ ക്യാൻ മാനേജ്, വലിയ പ്രശ്നമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. തെലുങ്ക്, കന്നഡ വരുമ്പോൾ മറ്റു ഭാഷകൾ చెప్పడానికి ఏమని ఉండాలి కదా. ഞാനിപ്പോൾ സിനിമ ചെയ്യുന്നത് തെലുങ്കിലാണ്, പറയാൻ എന്തെങ്കിലും വേണം, അതിലേക്ക് വരികയായിരുന്നു. അപ്പോൾ തെലുങ്ക് ഓക്കെ. കന്നഡ പിന്നെ വളരെ എന്താ പറയുക, ഇറ്റ്സ് എ വെരി ഡിയർ ലാംഗ്വേജ്. മലയാളമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ലാംഗ്വേജാണ് കന്നഡ. അപ്പോൾ അമ്മയ്ക്ക് നന്നായിട്ട് കന്നഡ അറിയാം. കാരണം ചെറുപ്പത്തിൽ, എൻ്റെ വളരെ ചെറുപ്പത്തിൽ അച്ഛൻ ವಿಜಯ ಬ್ಯಾಂಕ್ಲಿ ವರ್ಕ್ ചെയ്യുമ്പോൾ ಅಮ್ಮ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ತಾಮಸಿದ್ರು. ಅಮ್ಮಕ್ಕೆ ಆ ಕಡೆ ಹೋಗ್ಬೇಕಾ, ಏನು ಬೇಕು, അപ്പോൾ ಆ ഒരു കൾച്ചർ പ്രോബബ്ലി ഇറ്റ് ഹസ് ബീൻ ദേർ. ಹಾಲು ಬೇಕು, പാല് വേണം, ಹಾಲು ಬೇಕು, പശു നോಡ್ತೀರಾ, പശുവിനെ കണ്ടോ. അപ്പോൾ മലയാളമായിട്ട് പശുവിനെ നമ്മൾ പാ മാറ്റി ഹായ് ആക്കി കഴിഞ്ഞാൽ പലതും കന്നഡ വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ കന്നഡം. പിന്നെ ഉറുദു ബേസിക്കലി ഐ ലവ് ഗസൽസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അന്വേഷിച്ചാണ് ഉറുദു പഠിക്കാൻ തുടങ്ങി. റോമനൈസ്ഡ് ഉറുദു ആണ് ഐ വുഡ് സേ കൂടുതലായിട്ട്, അതായത് ഇംഗ്ലീഷിൽ ഉറുദു എഴുതുന്നതാണ് ചെയ്യുന്നത്. കമേഴ്ഷ്യൽസും അങ്ങനെ. ഇപ്പോൾ അന്യരാജ്യങ്ങളിൽ ഉറുദു പരസ്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഉറുദു ഭാഷയിലും പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ ഗസൽസ് മനസ്സിലാക്കാൻ വേണ്ടി ഉറുദു പഠിച്ചതുപോലെ. അപ്പോൾ ഇപ്പോഴും എഴുതാറുണ്ട് ഞാൻ. ഹിന്ദി കവിതകൾ എന്ന് പറഞ്ഞ് എഴുതുന്നത് പലതും ഉറുദു വാക്കുകളായിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതാറുണ്ട്. അങ്ങനെ കമേഴ്ഷ്യൽസോ ലാംഗ്വേജോ അതെല്ലാം എവിടെയോ ഒരു കൺവേർജൻസ് വന്നിട്ടുണ്ട്. മലയാളം, തമിഴ് ഇസ് മൈ മദർ ടങ്. മലയാളം ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ്. മലയാളം പിന്നെ ഇംഗ്ലീഷ് അതിനെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കണം എന്നത്. ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന ഒരു ആക്ട്രസ്, നമുക്ക് ആക്ട്രസ് അല്ല, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരി, ആ രീതിയിൽ സംസാരിക്കുന്ന
ഒരു ആൾ. പക്ഷേ കഥാപാത്രമാവുമ്പോൾ ദിവ്യ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്, നേരത്തെ ക്രിസ് പറഞ്ഞമാതിരി. അപ്പോൾ ആ ഏത് ജോണറും കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന ഒരു കോൺഫിഡൻസ് ദൂരദർശന് തോന്നിയത് കൊണ്ടാവണം തീർച്ചയായിട്ടും അക്കിടിപ്പുറം പഞ്ചായത്തിലെ ഇത്രയും ഒരു ലീഡിങ് റോൾ ദിവ്യയിലേക്ക് എത്തിയത്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു അനുഭവം, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പറയൂ. എല്ലാ ക്യാരക്ടറിനെ കൂടെ ചെയ്യാൻ പറ്റും എന്ന് അല്ലേ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേ സന്തോഷമുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ട്, എന്നെ കൊണ്ട് പറ്റും. കാരണം ഞാൻ അത്രത്തോളം കലയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ടാണല്ലോ ഒരു ഹാസ്യ കഥാപാത്രം അവതരിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് അതേക്കുറിച്ച് ചോദിച്ചത്. ഞാൻ ലൈഫിൽ ഇങ്ങനെ തന്നെയാണോ എന്നൊരു സംശയം. ഇതിനു മുന്നേ ഒരിക്കൽ കോമഡി ചെയ്തിട്ടുള്ളത് വരൻ ഡോക്ടറാണ്. അത് ഒരു അങ്ങനത്തെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതൊരു ഒരു സ്നേഹം, ഒരു ലവ്, ഒരു പ്രണയം എല്ലാം കൂടി മിക്സ് ആണത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു സംഭവം. ഇത് എന്താണ്, അതൊരു വേറെ പാറ്റേൺ, ഇതൊരു വേറെ പാറ്റേൺ. പക്ഷെ എനിക്ക് അത് ചെയ്യാൻ പറ്റിയെന്ന് ഇനിയിപ്പോൾ കാണുന്നവർ പറഞ്ഞാലേ എനിക്കത് വിശ്വാസമാവുള്ളൂ. തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. അല്ല, എല്ലാ വികാരങ്ങളിലും എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലോ, എല്ലാ വികാരങ്ങളും എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോൾ നമ്മളത് കൂടുതൽ അത് പ്രൗഢമായിട്ട് പുറത്തേക്ക് വരുന്നു. അത് ദിവ്യക്ക് നന്നായി ചെയ്യാൻ സാധിക്കുന്നു അല്ലേ? എനിക്കതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ആക്ടറിന് അയാളുടെ ഇമോഷൻസ് കൊണ്ടുവരാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ആസ് എ ഡയറക്ടർ സേസ് ആക്ഷൻ, അപ്പോൾ വന്നിരിക്കണം. അത് ദേഷ്യമാണെങ്കിലും വിഷമമായാലും സന്തോഷമായാലും എന്തായാലും ആ സെക്കൻഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡയറക്ടറിനും ആ ടെക്നീഷ്യനും ആദ്യം മനസ്സ് മടുത്തു പോകും. കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ് നെക്സ്റ്റ്, ഇത് കാണുന്ന ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ അതറിയാൻ പറ്റും. സോ ഒരു 3 ലെവലിൽ ഒരു ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളത് തെളിയിക്കാൻ പറ്റും ആൾക്കാർ. പക്ഷേ ഇഫ് യു ആർ എൻ ആർട്ടിസ്റ്റ്, ആക്ഷൻ എന്ന് പറയുന്ന ആ മൊമെൻറ്റിൽ അവർ ആ കഥാപാത്രമായിട്ട് മാറുന്ന ഏറ്റവും ഇതായിട്ട് കണ്ടിട്ടുള്ളത് ലാലേട്ടൻ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ അത്രയും നേരം എന്താ മോനെ എന്താ ഏതാ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആക്ഷൻ എന്ന് പറയുമ്പം അത് ഏതാണോ കഥാപാത്രം ആ കഥാപാത്രമായിട്ട് മാറിയിരിക്കും. അതിൽ ഡൗട്ടൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ആർട്ടിസ്റ്റിനെ കണ്ട് അവർ പെർഫോം ചെയ്യുന്നത് കണ്ട് മനസ്സിലെവിടെയോ ഒക്കെ അങ്ങനെ നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം, അത് കുഞ്ഞുമോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസം. ബിക്കോസ് ഐ ഹവ് സീൻ ഹർ വർക്ക്. ആക്ഷൻ പറയുമ്പം ആൾ മാറുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതും പലപ്പോഴും ഇപ്പോൾ കരച്ചിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ്റെ ആവശ്യമില്ലാതെ പൊട്ടിക്കരഞ്ഞ് ഒരു പക്ഷേ ബാക്കിയുള്ളവരെയും കൂടെ കരയിച്ചിട്ടേ വിടുള്ളൂ. ആ രീതിയിൽ ചെയ്യും. പിന്നെ ചിരിപ്പിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ദ ബെസ്റ്റ് എക്സാമ്പിൾ. ലൈഫിൽ കുറേ വിഷമിച്ച ആൾ ഞാനിന്ന് ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു മേജർ റീസൺ കുഞ്ഞുമോൾ തന്നെയാണ്. അപ്പോൾ അത് ആക്ഷൻ എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഐ എം റിയലി പ്രൗഡ് ഓഫ്. ഒരു വലിയ അംഗീകാരമാണ് അല്ലേ ക്രിസിന്റെ വാക്കുകൾ. നൃത്തം പഠിച്ചിട്ടുണ്ടോ? ഈയിടെ ഞാൻ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ നിന്നാണ് ആദ്യം ഒരു ഗ്രൂപ്പ് ഡാൻസ് സ്കൂളിൽ ചെയ്യുന്നത്. അങ്ങനെ 4ാം ക്ലാസ്സിലാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്കൂളിൽ പ്രോഗ്രാമിനൊക്കെ ഈ നാടോടി നൃത്തം, ഈ തിരുവാതിര, ഒപ്പന അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നല്ലാതെ എനിക്കിങ്ങനെ ക്ലാസിക്കലായിട്ടൊന്നും എനിക്കൊന്നും ABCD അതിൻ്റെ അറിയില്ല. ഇപ്പം പറയും ക്ലാസിക്കലിന് ABCD ഇല്ല. ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാവാം തീരെ പഠിച്ചിട്ടില്ലാത്ത ആളാണെന്ന് പറയില്ല. പക്ഷെ ഇത് മോള് കളിച്ചിട്ടുള്ള ഒരു ഡാൻസ് അത് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ then you will understand she can compose dance but not dance. അതായത് ഡാൻസ് പഠിക്കാത്തത് കാരണം ഡാൻസ് എങ്ങനെ ഇരുന്നാൽ കാണാൻ ഭംഗിയെന്ന് ആസ് എൻ ആർട്ടിസ്റ്റിന്റെ കണ്ണുകൊണ്ട് അത് കമ്പോസ് ചെയ്ത് പഠിപ്പിക്കാൻ അറിയാം. മോള് നന്നായിട്ട് കളിക്കും. അങ്ങനെ ചെയ്യാറിയാം, പക്ഷെ എനിക്ക് കളിക്കാൻ അറിയില്ല. അങ്ങനെ വന്നപ്പം എൻ്റെ ലൈഫിലെ ഒരു ജങ്ചർ അതിനെ കണ്ടിട്ട് എനിക്ക് വേണ്ടി ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹിച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് അയ്യോ അതിൽ തെറ്റ് വരുന്ന ടെൻഷൻ അടിച്ച് അതിനെല്ലാം കറക്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ലൈവിലും പറഞ്ഞു ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആ ഒരു എന്താ പറയാ സാഹചര്യം കൂടി നിങ്ങളുടെ വിവാഹത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നില്ലേ? അതെ അതെ. ക്രിസ്, ദിവ്യ, 2 ആക്ടേഴ്സ്, നിങ്ങൾ ഒരുമിച്ചൊരു പുതിയ ജീവിതം തുടങ്ങി, സന്തോഷകരമായ ഒരു ജീവിതം. അത് 2025 വർഷത്തിൽ 1 വർഷം പൂർത്തിയായിരിക്കുകയാണ്. എന്താണ് ആ വർഷത്തെക്കുറിച്ച് ദിവ്യയ്ക്ക് പറയാനുള്ളത്?
കേട്ട് പറ. ഞാൻ പറയാനുള്ളത് കേട്ട് പിന്നെ പറയും. ഓരോ മാസവും ഞങ്ങൾക്ക് സ്പെഷ്യലായിരുന്നു. ഓരോ സ്ഥലത്തെ ഓരോ ഫംഗ്ഷന് പോകുന്നത്, സ്കൂൾസിൽ പോകുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ പ്രഭാഷണങ്ങൾക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഗുരുവായൂർ പോയത്, ഞങ്ങൾ ചെയ്ത യാത്രകൾ, ഞങ്ങൾ കണ്ട ആൾക്കാർ. 2025 ആസ് എൻ എക്സ്പീരിയൻസ് ഫോർ മീ വളരെ സ്പെഷ്യലായിരുന്നു. ഒരു അച്ഛനായിട്ട് എൻ്റെ മോൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ, എൻ്റെ മകളുടെ ബർത്ത്ഡേ അത് ആഘോഷിക്കാൻ കഴിഞ്ഞു. ആദ്യത്തെ രണ്ടുപേരുടെയും ആഘോഷം ആ സമയത്ത് നടന്നുവെങ്കിലും മോളുടെ ബർത്ത്ഡേ ആണ് ആദ്യം വന്നത്. അപ്പോൾ ആ സമയം തൊട്ട് ഇപ്പോൾ ദാ മോളുടെ അടുത്ത ബർത്ത്ഡേ വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് 2025 സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു അവാർഡ് കിട്ടിയ വർഷമായിരുന്നു. പിന്നെ കുഞ്ഞുമോള് സിനിമ കുറേ കാലം കഴിഞ്ഞിട്ട് സിനിമ ചെയ്ത വർഷമായിരുന്നു. ഒരു സിറ്റ്കോം ചെയ്ത വർഷമായിരുന്നു. അപ്പം അങ്ങനെ 2025 അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു തെലുങ്ക് സിനിമ റിലീസ് ചെയ്തത് 2025 അഖണ്ഡ 2. അതേ വർഷം തന്നെ ഓദല 2 റിലീസായി. അപ്പോൾ 2 തെലുങ്ക് സിനിമ റിലീസ് ചെയ്ത വർഷം എന്ന് പറയാം. പിന്നെ മലയാളത്തിൽ പ്രജേഷ് സെൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതും, പ്രജേഷ് ചീൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞങ്ങൾ ഒരേ സ്ഥലത്ത് നിന്ന് കണ്ട ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഡയറക്ഷനിൽ എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതിപ്പോൾ വരാൻ പോകുന്നതേ ഉള്ളൂ. രണ്ടാളും ഒന്നിച്ചതിന് ശേഷം ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അല്ല, നല്ലതും ചീത്തയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ല മീൻസ് വർക്കിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ട വർക്കുകളുണ്ട്, അതിൽ സങ്കടപ്പെട്ടവരുണ്ട്. അല്ലാണ്ട് നമ്മളെ ലൈഫിൽ വെച്ചാൽ എന്താണ് ഇപ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ് എന്താണ് ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്തേക്ക് പോവുക, എല്ലാ ഫംഗ്ഷനൊക്കെ ഒന്നിച്ച് പോവുക, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനെങ്കിലും ഒന്നിച്ച് പോവുക എന്നുള്ളത് അവരുടെ കൂടെ പോകണം. അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇതിപ്പം പോകുന്ന സ്ഥലത്തെല്ലാം പിറകെ പോവര് ശല്യായോട്ടെ. ഈ വർഷം 2025 കുഞ്ഞുമോളുടെ ബ്രദറായ രഞ്ജിത്തിൻ്റെ കല്യാണം നടന്നത്. അപ്പോൾ ആ കല്യാണത്തിന് ഒരുമിച്ച് പോയി ആഘോഷിക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്ത് സന്തോഷിച്ചൊരു വർഷമാണ്. പിന്നെ എൻ്റെ സൈഡിലാണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ വലിയച്ഛൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ജഡ്ജായിട്ട് ഫാഷൻ ഷോ ജഡ്ജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ചെറിയ സന്തോഷങ്ങൾ കുറേ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ഓണവും ദീപാവലിയും എല്ലാം ഈ വർഷം ഉണ്ടായിരുന്നു. നഷ്ടങ്ങളൊക്കെ തിരിച്ചു, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടി. അപ്പോൾ മോന് 2025 നല്ല വർഷമായിരുന്നു. 2025 മോൻ്റെ പിറന്നാള് ഒരു വലിയ ആഗ്രഹമായിരുന്നു. അവന് ഒരു ഓർഫനേജിൽ പോയിട്ട് അവരുടെ കൂടെ ആഘോഷിക്കണം. അപ്പോൾ അതെല്ലാം ആഘോഷിച്ചു കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് പടക്കം പൊട്ടിക്കും. അവർ പടക്കം പൊട്ടിക്കും. അവർ പൊട്ടിക്കട്ടെ, ഞാൻ അടുത്ത വർഷം പൊട്ടിച്ചോളാം, കുഴപ്പമില്ല, പേടിച്ചിട്ടാ. അപ്പോൾ മോൻ്റെ ആ കുസൃതിയിലായത്. അപ്പോൾ അന്ന് രാത്രി ബാക്കി പടക്കം കൊണ്ടുവന്ന് സർപ്രൈസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പൊട്ടിച്ച് കളിയും ചിരിയും തമാശയൊക്കെ. സോ അങ്ങനെ എനിക്കും മക്കളോടൊപ്പം കിട്ടിയ വളരെ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ ഉള്ള, മോക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചത് കല്യാണത്തിന് മുന്നേ കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ മൊമെൻറ്റ്സ് ആണ് എനിക്ക് വലിയ സന്തോഷം തന്നിട്ടുള്ളത്. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. പിന്നെ ഈ വർഷം മുഴുവനും ഫോൺ എടുക്കുമ്പോൾ മോനായാലും മോളായാലും എനിക്ക് ആദ്യമായിട്ട് ഒരു വർഷം മുഴുവനും എന്നെ അപ്പാന്ന് വിളിക്കുന്ന എൻ്റെ മക്കൾ അവരുടെ ഓരോ ചെറിയ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കുന്നത്, അതിനേക്കാളും വലിയ സന്തോഷം എന്താ വേണ്ടേ. സോ അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ നിറഞ്ഞ ഒരു വർഷമായിട്ട് 2025 കാണുന്നു.